ഇന്നലെ സുപ്രീം കോടതിയായിരുന്നു വാർത്താതാരമെങ്കിൽ ഇന്ന് ഷൈൻ ടോം ചാക്കോയാണ് പത്രങ്ങൾക്ക് വാർത്താതാരം. കാരണം ആഘോഷിക്കാൻ ഷൈൻ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇന്നലെ നൽകിയിട്ടുണ്ട്. പത്രങ്ങൾക്ക് ആഘോഷിക്കാൻ ഹോട്ടൽ റെയ്ഡിനിടയിൽ നാടകീയ ഷൈൻ ഷോ തന്നെയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. അത് പത്രങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്: ഷൈൻ ജനൽ വഴി ചാടി, ഷൈൻ ഇറങ്ങി ഓടി, ഷൈൻ ചാടി ഓടി, അങ്ങനെ പല വിധമാണ് ഓരോ പത്രങ്ങളുടെയും തലക്കെട്ടുകൾ. എന്തായാലും ഷൈൻ്റെ ചാട്ടം എങ്ങനെ ആഘോഷിക്കണമെന്നൊരു, അതായത് ഷൈൻ്റെ ചാട്ടം എങ്ങനെയാണ് എന്നതിന് ഒരു ഗ്രാഫിക്കൽ വിശദീകരണം, അതിൽ മനോരമ തന്നെയാണ് എല്ലാ കാലത്തും ഗ്രാഫിക്കൽ വിശദീകരണത്തിന് മുന്നിലുള്ളത്. ആ ഗ്രാഫിക്കൽ വിശദീകരണവും പത്രങ്ങളുണ്ട്. ഞാൻ മനോരമ തന്നെ ആദ്യം എടുക്കാം. ഷൈൻ്റെ ചാട്ടം ഇങ്ങനെ എന്ന രൂപത്തിൽ 1, 2 അങ്ങനെ 5 പോയിന്റുകളായിട്ട് മനോരമ വളരെ വിശദമായി നൽകുന്നുണ്ട്. പോലീസ് ഹോട്ടലിൻ്റെ 3-ാം നിലയിലെ 314-ാം നമ്പർ മുറിയുടെ വാതിൽക്കലെത്തുന്നു. അങ്ങനെ അതായത് പിന്നെ 5-ാമത്തെ പോയിന്റിലെത്തുമ്പോൾ റോഡിലെത്തിയ ഷൈൻ ഇരുചക്ര വാഹനത്തിൽ ലിഫ്റ്റ് ചോദിച്ച് കയറിപ്പോകുന്നു എന്നതടക്കം മനോരമ വളരെ വിശദമായിട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് പോലീസിന് ഉപകാരപ്പെടുന്ന സംഗതിയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അത് കേരളകൗമുദി ഇത്രയും ഇല്ലെങ്കിലും ഒരു ടോം ആൻഡ് ജെറി സ്റ്റൈലിൽ കേരളകൗമുദി ആ പടം നൽകിയിട്ടുണ്ട്. ഷൈൻ ഹോട്ടലിൻ്റെ 2-ാം നിലയിൽ നിന്ന് ചാടുന്നു, അത് അവിടെ ഒരു സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടുന്നു, സ്വിമ്മിംഗ് പൂളിലെ വെള്ളം തെറിക്കുന്നു. അങ്ങനെ പത്രങ്ങൾ, ഞാനതൊരു ഇങ്ങനെ പറഞ്ഞു എന്നുള്ളൂ, ഷൈൻ തന്നെയാണ് താരമെന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. എന്തായാലും ഷൈൻ്റെ വാർത്തയെ സംബന്ധിച്ച് പോലീസ് വാതിലിൽ മുട്ടി, ഷൈൻ ജനൽ വഴി ചാടി ഓടി എന്ന രൂപത്തിൽ വളരെ വിശദമായുണ്ട്. പക്ഷേ നമ്മൾക്കൊരു വിയോജിപ്പുള്ളത് ഷൈൻ്റെ ചാട്ടവും ഓട്ടവും ഒക്കെ ഇങ്ങനെ ഷൈൻ തന്നെ ഇൻസ്റ്റാ സ്റ്റോറി അവരെ ആക്കി. ഇന്നലെ രാത്രി ആയതുകൊണ്ട് ഒരു 8 മണിയാകുമ്പോഴേക്കും ഷൈനും ഷൈൻ്റെ സുഹൃത്തുക്കളും ചേർന്ന് ഷൈൻ അതൊരു ഇൻസ്റ്റാ സ്റ്റോറി വരെ ആക്കി. പക്ഷേ പോലീസിന് കിട്ടിയിട്ടുമില്ല. പക്ഷേ ഇതിനൊക്കെ ഇടയിൽ മുങ്ങിപ്പോയത് ഇതിന് കാരണമായ ഒരു വാർത്തയുണ്ടായിരുന്നു: നടി വിൻസി അലോഷ്യസിൻ്റെ പരാതി. ആ പരാതിയുടെ പ്രാധാന്യം ഈ ഷൈൻ ഷോയിൽ കുറഞ്ഞുപോയി, അല്ലെങ്കിൽ പത്രങ്ങൾ അത് ഒരു സൈഡിലേക്ക് മാറ്റി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ പത്രങ്ങളെ വിമർശിക്കുകയല്ല, എന്നാൽ പോലും ഷൈൻ ഷോ തന്നെയാണ് പ്രധാനം. പക്ഷേ അതിൽ ആ പരാതി, നമ്മുടെ വിൻസി അലോഷ്യസിൻ്റെ പരാതി എന്തായിരുന്നു, ആ പരാതിയുടെ പ്രാധാന്യം കുറഞ്ഞുപോയി. പക്ഷേ അത് പ്രാധാന്യം വിൻസി തന്നെ ഇന്നലെ കുറച്ച് കൊണ്ടുവരുന്നത്. ന്യൂസ് മലയാളമാണ് ഇന്നലെ പുറത്തു വിടുന്നത്: എനിക്ക് പരാതി ഉണ്ട്, പക്ഷേ ആ പരാതിയുടെ പുറത്ത് പരാതി വല്ലാതെ പല രൂപത്തിൽ വ്യാഖ്യാനിച്ച് പോയി, പേര് പറയരുത്, ഞാൻ പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞ് ന്യൂസ് മലയാളത്തോട് വിൻസിയും പറയുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും അതുകൊണ്ട് വിൻസിയുടെ പരാതി അതിൽ മുങ്ങിപ്പോയി. ഇതിലേറ്റവും മാധ്യമം ഒരു പേജിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ മാധ്യമത്തിലേക്ക് പോകാം. ആ നടൻ ഷൈൻ തന്നെയാണ്. അത് വിൻസിയുടെ വെളിപ്പെടുത്തൽ. അത് ഞാൻ വിൻസിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് പറയുകയാണ്. ബാക്കിയൊക്കെ ഷൈൻ്റെ ഷോ എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വെളിപ്പെടുത്തൽ സ്റ്റോറിയാക്കി ഷൈൻ്റെ ലഹരി ഉപയോഗം തെളിവ് ശേഖരണം വെല്ലുവിളിയാകും പോലീസിന്. ഇതിനൊപ്പം ആഭ്യന്തര സമിതികൾ കാര്യക്ഷമമാക്കണമെന്ന് WCC പറഞ്ഞത്. ഇതെല്ലാം ചേർത്തൊരൊറ്റ സ്റ്റോറിയായി മാധ്യമം 5-ാം പേജിൽ വളരെ വിശദമായി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പേര് പുറത്തുവിട്ടതിൽ വിൻസിയുടെ വിമർശനവും മാധ്യമം കൊടുത്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം, അതും ഇന്നലെ ന്യൂസ് മലയാളമാണ് ആദ്യം വാർത്ത നൽകിയത്. വാർത്ത ഇടുക്കിയിൽ നിന്നായിരുന്നു, തൊടുപുഴയിൽ നിന്നായിരുന്നു. ഒരു നിർമ്മാതാവിനെ മറ്റൊരു നടൻ, ആ നടൻ്റെ പേര് ശ്രീനാഥ് ഭാസി എന്നാണ്. അദ്ദേഹം ഇനി കോടതിയിൽ കാണാം എന്ന് പറയുന്നൊരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹം പുലർച്ചെ വിളിച്ച് കഞ്ചാവ് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീനാഥ് ഭാസിക്കെതിരെ നിർമ്മാതാവ് ഹസീബ് വലിയ വിമർശനവും ആരോപണവും ഫേസ്ബുക്കിലൂടെ നടത്തി. പിന്നീട് അദ്ദേഹം ടെലിഫോണിൽ നമ്മളോടൊക്കെ സംസാരിച്ചിരുന്നു. ആ വാർത്തയും ചേർത്ത് മാധ്യമം 1-ാം പേജിൽ വളരെ വിശദമായി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷൈൻ ഷോ തന്നെ ആയിരുന്നു എന്ന് പറയാതെ നിർവാഹമില്ല. ഒപ്പം വിൻസിയുടെ കാര്യങ്ങളും കൂടി പറഞ്ഞു പോകേണ്ടതുണ്ട്. എന്തായാലും മനോരമ അത് കുറച്ചും കൂടി, മനോരമയും 9-ാം പേജിലേക്ക്, 1-ാം പേജിൽ നിന്ന് മാറി 9-ാം പേജിലേക്കും കുറച്ചും കൂടി വിശദമായിട്ട്, മാത്രമല്ല ഷൈൻ ഉൾപ്പെട്ട പഴയ കൊക്കൈൻ കേസ് കൂടി എടുത്ത് മനോരമ അത് വളരെ വിശദമാക്കിയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഷൈനുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും പോലീസിന് കൂടി ലഭ്യമാകുന്ന രൂപത്തിൽ വളരെ വിശദമായി പത്രങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് വേണം കാണാൻ. നേരത്തെ സേതു പറഞ്ഞതുപോലെ ഞാൻ മറ്റ് വാർത്തകളിലേക്ക് പോകുന്നതിനപ്പുറത്ത് മുമ്പ് വഖഫ് കൂടി പറഞ്ഞു പോകേണ്ടതുണ്ട്. കാരണം ഇന്നലത്തെ ഈ ഷൈൻ ഷോ ഇല്ലായിരുന്നെങ്കിൽ ഏറ്റവും വലിയ ഷോ ഒരുപക്ഷേ സുപ്രീം കോടതിയിലായിരുന്നു. കാരണം സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനെ എടുത്തിട്ട് കുറഞ്ഞ ദിവസമാണ് കഴിഞ്ഞ ദിവസങ്ങൾ കടന്നുപോയത്. അതിന് ഇന്നലെ കേന്ദ്ര സർക്കാരിന് ഉത്തരവില്ലാതൊരു ദിവസമാണ്. കേന്ദ്ര സർക്കാർ ഉത്തരം നൽകാൻ ദിവസം നീട്ടി ചോദിക്കുന്ന സാഹചര്യം പോലും ഇന്നലെ സുപ്രീം കോടതിയിലുണ്ടായി. കാരണം കേന്ദ്ര സർക്കാർ പാസ്സാക്കിയൊരു നിയമം വളരെ വിശദമായി പാർലമെൻറ്റിൻ്റെ 2 സഭകളിലും കേന്ദ്രമന്ത്രി റിജു അവതരിപ്പിച്ച ബില്ല്, ആ ബില്ല് പാസ്സാവുന്നു. പാസ്സായ ശേഷം കോടതിയിലെത്തുമ്പോഴാണ് സർക്കാരിന് ഉത്തരം മുട്ടിപ്പോകുന്നത്. സർക്കാർ അതിന് വിശദീകരണം നൽകാൻ 5 ദിവസം ചോദിക്കുന്നു. അതുകൊണ്ട് തന്നെ വഖഫ് സ്വത്തിൽ കേന്ദ്രത്തിൻ്റെ ഉറപ്പ്, കേസ് തീരും വരെ മാറ്റമില്ലെന്നാണ് മാധുരി പറയുന്നത്. അതായത് കേന്ദ്രം വഴങ്ങി എന്നുകൂടി മനോരമ പറയുന്നുണ്ട്. കാരണം വിവാദ വ്യവസ്ഥകൾ തൽക്കാലമില്ല, വഖഫ് ഭേദഗതിയിൽ വിവാദ വ്യവസ്ഥകൾ തൽക്കാലമില്ല, കേന്ദ്രം വഴങ്ങി ആരോട്? സുപ്രീം കോടതിയോട്. അത് മനോരമ വളരെ വിശദമായി 1-ാം പേജിൽ നന്നായി
നൽകിയിട്ടുണ്ട്. ഹർജികളിൽ മറുപടി നൽകാൻ സർക്കാരിന് ഒരാഴ്ച സമയവും കൊടുത്തിട്ടുണ്ട്. ഇനി മെയ് 5-ലായിരിക്കും കേസ് എടുക്കുക എന്നുകൂടി കേന്ദ്രം സുപ്രീം കോടതിയിൽ കുറച്ച് ഉറപ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്നലെ കേന്ദ്രത്തോട് സുപ്രീം കോടതി ചോദിച്ച ചോദ്യങ്ങളെക്കുറിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, പത്രങ്ങളിലും അതുണ്ടായിരുന്നു. അതിൽ കേന്ദ്രത്തിൻ്റെ ഉറപ്പ് എങ്ങനെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞു പോകാം. കേസ് ഇനി പരിഗണിക്കും വരെ വഖഫ് കൗൺസിലിലും ബോർഡുകളിലും പുതിയ നിയമനങ്ങൾ നടത്തില്ല. ഇതിന് വിരുദ്ധമായി നിയമനം നടത്തിയാൽ അത് അസാധുവാകും. അങ്ങനെ ആ രൂപത്തിൽ ഏതാണ്ട് 4-5ഓളം ഉറപ്പുകൾ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തകൾ വലിയ പ്രാധാന്യത്തോടെ തന്നെ നൽകിയിട്ടുണ്ട്. ദേശാഭിമാനി പറയുന്നത് തൽസ്ഥിതി തുടരണം എന്ന് സുപ്രീം കോടതി പറഞ്ഞതായിട്ടാണ്. ഇടക്കാല ആശ്വാസം ആർക്ക്? സർക്കാരിന് എന്നാണ് കേരള കൗമുദി പറയുന്നത്. എന്തായാലും ഈ വഖഫുമായി ബന്ധപ്പെട്ട് വലിയ പ്രാധാന്യത്തോടെ കൊണ്ടുവന്ന ആ ബിൽ ഏതാണ്ട് ഇപ്പോൾ സുപ്രീം കോടതിയുടെ കരങ്ങളിൽ അമർന്നു കഴിഞ്ഞു. ഇനി കോടതിയായിരിക്കും അക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഇതിനോടൊപ്പം തന്നെ ഒരു കാര്യം പറയേണ്ടതുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സുപ്രീം കോടതിയാണ് താരമെന്ന് പറഞ്ഞു പോയപ്പോൾ അതിന് മുമ്പുണ്ടായിരുന്ന വിധി ഗവർണർമാരുടെ അധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതി നടത്തിയൊരു വിധിയെക്കുറിച്ച് നമുക്കറിയാം. തമിഴ്നാട് ഗവർണർ RN രവിയെ സംബന്ധിച്ചാണ്. അദ്ദേഹം ബില്ലുകൾ തടഞ്ഞു വെക്കുന്നതിനെ സംബന്ധിച്ചാണ്. അതിൻ്റെ ഒരു തുടർച്ചയെന്നോണം കേരളത്തിൻ്റെ ഗവർണറൊക്കെ അക്കാര്യത്തിൽ വലിയ വിമർശനമൊക്കെ ഉന്നയിച്ചിരുന്നു, ആർലേക്കറൊക്കെ. ഇപ്പോൾ ഉപരാഷ്ട്രപതി നേരിട്ട് വന്നിരിക്കുകയാണ് ഒരു പക്ഷേ കോടതി വിമർശിക്കാൻ. ഉപരാഷ്ട്രപതി നേരിട്ട് തന്നെ കോടതി വിമർശിക്കുന്നത് ഇങ്ങനെയാണ്: കോടതി ഒരു സൂപ്പർ പാർലമെൻ്റ് അല്ല എന്നാണ് ഉപരാഷ്ട്രപതി പറയുന്നത്. അത് ഇതോടൊപ്പം ചേർത്ത് തന്നെയാണ് ഈ സുപ്രീം കോടതി വാർത്ത നിലനിൽക്കുന്ന വഖഫുമായി ബന്ധപ്പെട്ട വാർത്തയോട് ചേർത്ത് തന്നെ ഒന്നാം പേജിൽ പത്രങ്ങൾ നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. കോടതി സൂപ്പർ പാർലമെൻ്റ് അല്ല എന്നാണ് പറയുന്നത്. സുപ്രീം കോടതിക്ക് നിർദ്ദേശം നൽകാൻ രാഷ്ട്രപതിക്ക് നിർദ്ദേശം നൽകാൻ സുപ്രീം കോടതിക്ക് അധികാരമില്ലെന്നും കോടതി സൂപ്പർ പാർലമെൻ്റ് അല്ലെന്നും ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ പറഞ്ഞതായിട്ടാണ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും അത് എല്ലാ പത്രങ്ങളും ഒന്നാം പേജിൽ ഇതോടൊപ്പം തന്നെ ചേർത്തിട്ടുണ്ട്. മാതൃഭൂമി ഒന്നാം പേജിൽ പറയുന്നുണ്ട് ജുഡീഷ്യറി സൂപ്പർ പാർലമെൻറ്റ് ആകരുതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരുപക്ഷെ ജുഡീഷ്യറി കുടഞ്ഞ് ഉപരാഷ്ട്രപതി എന്ന രൂപത്തിൽ അത് എടുത്തു പറയേണ്ടതാണ്. 7-ാം പേജിൽ മാതൃഭൂമി വളരെ വിശദമായി നൽകിയിട്ടുണ്ട്. ജുഡീഷ്യറിയെ കുടഞ്ഞ് ഉപരാഷ്ട്രപതി. സാധാരണഗതിയിൽ തിരിച്ചാണ് സംഭവിക്കുക. സർക്കാരിനെ കുടഞ്ഞ് കോടതി. നമുക്കറിയാം സർക്കാരിനെ എടുത്തിട്ട് കുടഞ്ഞതൊക്കെ ഹൈക്കോടതിയൊക്കെ കേരള സർക്കാരിനെയൊക്കെ എടുത്തിട്ട് വിമർശിക്കാറുള്ളപ്പോൾ പത്രങ്ങൾ ആ രൂപത്തിൽ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെയും അങ്ങനെ തന്നെയാണ് കാണുന്നത്. പക്ഷേ തിരിച്ചാണെന്ന് മാത്രം. ജുഡീഷ്യറി കുടഞ്ഞ് ഉപരാഷ്ട്രപതി എന്ന് മാതൃഭൂമി മാത്രമുണ്ട്. പക്ഷേ ആ രൂപത്തിൽ 7-ാം പേജിൽ വലിയ രൂപത്തിൽ വാർത്ത നൽകിയിട്ടുള്ളത്. കോടതിക്ക് രാഷ്ട്രപതിയോട് ഉത്തരവിടാനാകില്ലെന്നും ചില ജഡ്ജിമാർക്ക് രാജ്യത്തെ നിയമം ബാധകമല്ലെന്നൊക്കെ അദ്ദേഹം പറഞ്ഞതായി മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും അത് 7-ാം പേജിൽ വലിയ പ്രാധാന്യത്തോടെ മാതൃഭൂമി നൽകിയിട്ടുണ്ട്. അത് പ്രാധാന്യത്തോടെ നൽകേണ്ട ഒരു വാർത്തയും കൂടിയാണ്. മറ്റ് പത്രങ്ങളെല്ലാവരും ഇത് ഒന്നാം പേജിൽ നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. കേരള കൗമുദി ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. ജഡ്ജിമാർ സൂപ്പർ പാർലമെൻറ്റ് ചമയുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ രൂക്ഷ വിമർശനം എന്ന രൂപത്തിൽ കേരള കൗമുദി നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ ഗവർണറെ വിമർശിച്ചത്, അതിനുശേഷം വന്ന വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട കോടതിയുടെ നിർദ്ദേശങ്ങൾ, കോടതിയുടെ ഉത്തരവുകൾ, കോടതിയുടെ വിമർശനങ്ങൾ, അതിനുശേഷം രാഷ്ട്രപതിയുടെ വിമർശനം, ഇതൊക്കെ ദേശീയ തലത്തിൽ വലിയ ചർച്ചയാകുന്നതുകൊണ്ടാണ് ഞാനത് പത്രങ്ങൾ വലിയ രൂപത്തിൽ വന്നതായി എടുത്തു പറഞ്ഞു പോകുന്നത്. ഇനി മറ്റു ചില വാർത്തകളിലേക്ക് പറഞ്ഞു പോകാം. നമ്മുടെ സാധാരണ സ്ഥിരം സ്റ്റൈലിലേക്ക് പത്രങ്ങളിൽ വരാത്തത് വന്നതുമായി ബന്ധപ്പെട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദേശാഭിമാനിയിൽ ഇന്ന് വന്നിട്ടുള്ളൊരു വാർത്തയാണ്. അത് ഒരുപക്ഷെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാക്കാവുന്നൊരു ഒരു സംഗതിയാണ്. നമ്മളൊക്കെ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ ക്ഷേത്രങ്ങളിലെ സ്വർണ്ണമൊക്കെ നമ്മൾ എന്ത് ചെയ്യുമെന്ന്. നമ്മുടെ ഗുരുവായൂരും ശബരിമലയിലും ഒക്കെ ധാരാളം സ്വർണ്ണമുണ്ടെന്ന് നമുക്കറിയാം. അതിന് ഒരു ഉദാഹരണം തമിഴ്നാട് സർക്കാർ നൽകിയ വാർത്ത ചെയ്ത കാര്യമാണ് ദേശാഭിമാനി 7-ാം പേജിൽ വളരെ വിശദമായി നൽകിയിട്ടുള്ളത്. ആ വാർത്ത ഇങ്ങനെയാണ് ദേശാഭിമാനിയുടെ: ക്ഷേത്രങ്ങളിലെ 1000 കിലോ സ്വർണം ഉരുക്കി ബാങ്കിൽ നിക്ഷേപിച്ച് തമിഴ്നാട് സർക്കാർ. അതൊരു 1000 കിലോ സ്വർണം ചെറിയ കളിയല്ല. ആ 1000 കിലോ സ്വർണം ഉരുക്കി ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. വാർഷിക പലിശയായി ഏതാണ്ട് 1781 കോടി രൂപ തമിഴ്നാട് സർക്കാരിന് ലഭിക്കും. അത് ഈ സ്വർണ്ണമൊക്കെ ഉരുക്കി 24 കാരറ്റ് സ്വർണ്ണക്കട്ടികളായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്വർണ്ണ നിക്ഷേപ പദ്ധതിയിലാണ് നിക്ഷേപിച്ചിട്ടുള്ളത്. സ്വർണ്ണ നിക്ഷേപ പദ്ധതിയിലാണ്. ഒരുപക്ഷെ കേരള സർക്കാരിനും ദേശാഭിമാനി തന്നെ വാർത്ത നൽകിയിട്ടുള്ളതുകൊണ്ട് സർക്കാരിന് മാതൃകയാക്കാവുന്ന സംഗതിയാണെന്നാണ് മനസ്സിലാക്കാവുന്നത്. മറ്റൊരു കാര്യം ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞു പോകേണ്ടത്, ഇന്നലെ ഒരു വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദ ഇയർ ഉണ്ടായിരുന്നു. ആ ഇയർ അത് മാതൃഭൂമി 12-ാം പേജിലും മനോരമ 9-ാം പേജിലും ഒക്കെ വളരെ വിശദമായി നൽകിയിട്ടുണ്ട്. ആ ഫോട്ടോ എടുത്തു പറയാതെ പോകാതെ നിർവാഹമില്ല. വിദൂരതയിലേക്ക് നോക്കി നിൽക്കുന്ന മഹമ്മൂദ് അജ്ജോർ എന്ന 9-കാരൻ്റെ ഇരു കൈകളും തോളിന് തൊട്ട് താഴെ വെച്ച് അറ്റുപോയി. അതായത് ഇസ്രായേൽ ആക്രമണത്തിൽ കൈകൾ അറ്റുപോയ ഒരു ചെറിയ കുട്ടിയുടെ ചിത്രം. ആ ചിത്രത്തിനാണ് വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്. അത് ഫോട്ടോഗ്രാഫർ സമർ അബു എലൂഫാണ്. അത് പ്രാധാന്യത്തോടെ തന്നെ എല്ലാ പത്രങ്ങളും നൽകിയിട്ടുണ്ട്. ഞാൻ ആ പത്രങ്ങളുടെ എണ്ണം എടുത്ത് പറഞ്ഞു പോകുന്നില്ല. നമ്മൾ പ്രസ് സ്റ്റോപ്പ് ആയതുകൊണ്ടും ഒരു പത്രങ്ങൾ ആയതുകൊണ്ടും ഒരു അവാർഡ് ആയതുകൊണ്ടും ആ ഫോട്ടോയുടെ പ്രാധാന്യം ഇസ്രായേൽ ആക്രമണത്തെ സധൈര്യം നേരിട്ട ആ സ്ഥൈര്യവും ആ കുട്ടിയുടെ ദൈന്യതയൊക്കെ ഒരുപക്ഷെ ആ ചിത്രത്തിലുണ്ട്. അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു കാര്യം,
മലയാളം പത്രങ്ങൾക്ക് ഇല്ലാതെ പോയൊരു വാർത്തയെക്കുറിച്ച് കൂടി പറയാം. ഒരുപക്ഷെ ഒരു ജീവൻ്റെ അംശം മറ്റൊരു സ്ഥലത്ത് കൂടി കാണാൻ പോകുന്നു. 124 പ്രകാശ വർഷം അകലെ ഭീമൻ ഗ്രഹത്തിൽ ജീവൻ്റെ സാധ്യത എന്ന് പറഞ്ഞുകൊണ്ട് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് മാതൃഭൂമി ഒന്നാം പേജിൽ തന്നെ വലിയ പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. ഈ തിരക്കുകൾക്കിടയിലും ഭൂമിയിൽ അല്ലാതൊരു ജീവൻ കൂടി കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന രൂപത്തിലാണ് K212b എന്ന രൂപത്തിലാണ് ആ ഗ്രഹത്തെക്കുറിച്ച് പറയുന്നത്. അതൊരു ചുവന്ന കുള്ളൻ ഗ്രഹമാണ്. വളരെ വിശദമായി പറയുന്നുണ്ട്. ജീവൻ്റെ സാധ്യത തുറന്ന് K218b എന്ന രൂപത്തിൽ പറയുന്നുണ്ട്. ഭൂമിക്കപ്പുറത്തേക്ക് ജീവൻ്റെ തുടിപ്പ് തേടിയുള്ള അന്വേഷണത്തിൽ നിർണായക കണ്ടെത്തലാണ്. ആ കണ്ടെത്തലിൽ ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞനുണ്ട്, അദ്ദേഹത്തെ കൂടി പറയുന്നുണ്ട്, ഡോക്ടർ നിക്കു മധുസൂദനൻ. അത് ആ രൂപത്തിൽ ഒന്നാം പേജിൽ വളരെ വിശദമായി മാതൃഭൂമി നൽകിയിട്ടുണ്ട്. ഒപ്പം അവസാന പേജിലും നൽകിയിട്ടുണ്ട്. 12ാം പേജിലും ആ വാർത്തയുടെ തുടർച്ചയായിട്ടുള്ള വാർത്ത നൽകിയിട്ടുണ്ട്. അത് ടൈംസ് ഓഫ് ഇന്ത്യയും ഒന്നാം പേജിൽ കൂടി നൽകിയിട്ടുണ്ട് എന്നുകൂടി പറയുന്നുണ്ട്. എന്തായാലും മറ്റൊന്ന് മനോരമ നൽകിയിട്ടുള്ള ഒരു വാർത്ത കൂടി പറഞ്ഞ് ഞാൻ പ്രസ് സ്റ്റോപ്പിൽ നിന്ന് വിടവാങ്ങാം. 9ാം പേജിൽ വളരെ സമഗ്രമാണ് മനോരമയുടേത്. 9ാം പേജിൽ ആദ്യത്തെ AI സിനിമ, ലോകത്തിലെ ആദ്യത്തെ AI സിനിമ കന്നഡ ഭാഷയിൽ വരുന്നു. അതുകൂടി പറയുന്നുണ്ട്. AI തീർത്ത ലവ് യു എന്നാണ്. താരങ്ങളും ഛായാഗ്രാഹകരും സംഗീത സംവിധായകരും ഒന്നുമില്ലാതെ ഒരു സിനിമ പൂർണ്ണമായും AI സാങ്കേതിക വിദ്യയിലൂടെ നിർമ്മിച്ച ലോകത്തെ ആദ്യത്തെ സിനിമ ലവ് യു തിയേറ്റർ റിലീസിന് ഒരുങ്ങുന്നു. അത് കന്നഡയിലാണ്. എന്തായാലും അതിന് സർട്ടിഫിക്കേഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു ക്ഷേത്ര പൂജാരി കൂടിയാണ്. ഏതാണ്ട് 95 മിനിറ്റുള്ള സിനിമയാണത്. വെറും 10 ലക്ഷം രൂപയാണ് ചിലവ്. 12 പാട്ടുകളുണ്ട്. മനോരമ അവരുടെ 9ാം പേജിൽ ചെറിയ വാർത്തയാണെങ്കിലും വലിയ പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട് എന്നുകൂടി പറയുകയാണ്. സെതു, ഒരുപാട് വാർത്തകൾ ഇനിയും പത്രങ്ങൾ വളരെ സമഗ്രമായി പറഞ്ഞതും ചില പത്രങ്ങൾ പറയാതെ പോയതും ഒക്കെ പറയാനുണ്ടായിരുന്നു. എന്തായാലും ഞാൻ അവസാനിപ്പിക്കുന്നു.